മോശയ്ക്ക്, ഏലിയാവിന്, ഇവർക്കെല്ലാം അസാധാരണത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. മോശ മാനുഷികമായി ചിന്തിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. വളരെ കഴിവുകളുള്ളവനായിരുന്നു. എന്നാൽ അവന് ദൈവത്തിൻ്റെ വിളിയുണ്ടായതുകൊണ്ടാണ് നൈൽ നദിയിൽ ഇട്ടിട്ടും മരിക്കാതെ കൊട്ടാരത്തിൽ ചെന്ന് കയറിയത്. മോശയുടെ ആ ബാല്യം പോലും ഒരു മിറക്കിളായിരുന്നു. ദൈവത്തിൻ്റെ വിളിയുള്ളവരെ ഏത് മരണത്തിൽ നിന്നും പുറത്തു വരും. ഏലിയാവിനെ നോക്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് അവനെ കൊല്ലാൻ ആർക്കും പറ്റുന്നില്ല. എല്ലാവരുടെയും കഴുത്തറക്കുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇനി ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയില്ലെന്ന് പറഞ്ഞ വിവരം എങ്ങനെ ഉണ്ടാവും? ഈ രാജാവ് ഏലിയാവിനെ കൊല്ലാനായിട്ട് എല്ലാ രാജ്യത്തേക്ക് സൈന്യത്തെ അയച്ചു. എല്ലാ രാജ്യത്തുള്ളവരോട് ഉറപ്പ് പറഞ്ഞു അവിടെ ഇല്ലെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. എന്നാൽ ഏലിയാവ് പാർക്കുന്ന എവിടെയാ? കെരീത്ത് തോട്ടിൻ്റെ അരികെ. രാജാവിൻ്റെ മൂക്കിൻ്റെ കീഴെയാണ് ആര് പാർക്കുന്നത്? ഏലിയാവ്. ഇവരൊക്കെ ജീവിതം മിറക്കിളായിരുന്നു. എന്നാൽ ഇവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് വായിക്കുന്ന ഏലിയാവ് നമ്മെ പോലെ സമ സ്വഭാവമുള്ള മനുഷ്യർ. ഇവരൊന്നും അസാധാരണത്തുള്ളവരൊന്നുമല്ല. എന്നാൽ അവർക്കുള്ളതിനെ അവർ നന്നായി കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ ഇവർക്ക് വലിയ വിളിയുണ്ടായിരുന്നു. നമുക്കില്ലേ ദൈവത്തിൻ്റെ വിളി? അവരെ പോലെ തന്നെ ദൈവത്തിൻ്റെ വിളിയുള്ളവരാണ് നാം. എന്താ തെളിവ്? ഇത്ര നാൾ മരിച്ചില്ല, അത് തന്നെ തെളിവ്. എത്ര മരണങ്ങൾ വന്നു? കോവിഡ് വന്നില്ലേ? അപകടങ്ങളുണ്ടായില്ലേ? ജനിച്ചപ്പോൾ മരിച്ചു പോകാമായിരുന്നില്ലേ? ഡോക്ടർമാർ അവർക്കൊരു കയ്യബദ്ധം പറ്റിയിരുന്നെങ്കിൽ തീരുമായിരുന്നില്ലേ? മരുന്ന് മാറി കഴിച്ചാൽ തീരുന്ന കേസല്ലേ ഉള്ളു. മരുന്ന് മാറിപ്പോയി, കുഞ്ഞ് മരിച്ചു. മരുന്ന് മാറി, അമ്മയും കുഞ്ഞും മരിച്ചു. സിസേറിയനിൽ പിഴവ് വന്നു. ഇതൊന്നും വന്നില്ലല്ലോ. ഇനി ഇതൊക്കെ വന്നിട്ട് നമുക്ക് കേട് വന്നില്ലല്ലോ. ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ വിളിയുടെ സൈനാണ്. അതുകൊണ്ട് ഈ പ്രായം വരെ നിങ്ങൾ ജീവനോടെ ഒരു കേടുമില്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിളിയുണ്ടെന്ന അർത്ഥം. ആ വിളിയാണ് നിങ്ങളെ ഈ വചനത്തിലേക്കും ഈ സത്യത്തിലേക്കും കൊണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം വലിയൊരു പ്ലാൻ ദൈവം എൻ്റെ നിങ്ങളുടെ പുറകിൽ ഒരുക്കിയിട്ടുണ്ട്. ആ വിളിക്കകത്ത് ഉറച്ചു നിൽക്കാം. നമ്മെ വിളിച്ച കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. You are Yahweh. 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 Alpha and Omega.
You are Alpha and Omega. We worship you, Lord. You are worthy to be praised. We give you all the glory. We worship you, Lord. You are worthy to be praised. We give you all the glory. We worship you, Lord. You are worthy to be praised. We worship you, Lord. You are worthy to be praised. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശു കർത്താവിൻ്റെ ആ എരിവിനെ കുറിച്ചാണ്. പൗലോസിന് ദൈവത്തിൻ്റെ എരിവ് എന്നുള്ളത് പൗലോസിന് ഉണ്ടായി. അപ്പോസ്തലനായ പത്രോസ് വളരെ എരിവുള്ളവനായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഒരു എരിയുന്ന തീയായിട്ടാണ് അവരുടെ മേൽ വന്നത്. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എരിവുള്ള പത്രോസ് എഴുന്നേറ്റ് അതിൻ്റെ മറുപടി പറഞ്ഞത് ഒരു ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായി മാറി. എരിവിൽ നിന്ന് പറയുന്നതെല്ലാം ഒരു വിടുതലായി മാറും. അന്ന് 3000 പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. എരിവിൽ ആരംഭിക്കുന്നതെല്ലാം കത്തി ജ്വലിക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടത്താൻ, ഒരു പ്രാർത്ഥന നടത്താൻ സൗകര്യമില്ലായിരിക്കും, സാരമില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല, സാരമില്ല. കയ്യിൽ പണമില്ല, അതും വേണ്ട. നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു എരിവുണ്ടോ? എങ്കിൽ നിങ്ങൾ ദേശത്തെ മാറ്റി മറിക്കും. എരിവുള്ളവർ. യേശു തുടങ്ങിയത് എരിവോടെയാണ്. എരിവോടെ ആരംഭിക്കണം. എരിവ് നിലനിർത്തണം. എരിവിൽ പൂർത്തിയാക്കണം. യെശു കർത്താവ് കാൽവരി ക്രൂശിൽ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. സകലത് നിവർത്തിയായി എന്ന് പറഞ്ഞു. ക്രൂശ് വരെ ആ എരിവിനെ കർത്താവ് നിലനിർത്തി. ഇന്ന് സഭകളിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ജനങ്ങൾക്ക് യാതൊരു എരിവുമില്ല. വിളിച്ച കർത്താവിൻ്റെ വേലയെക്കുറിച്ചോ നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുന്ന കാര്യത്തിലോ. അപ്പോൾ തന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി പേരുണ്ട് വളരെ തീഷ്ണതയോടെ, പ്രായത്തെ വെല്ലുന്ന തീഷ്ണതയോടെ. ഒത്തിരി യൗവനക്കാരുണ്ട്, ഒത്തിരി വീട്ടമ്മമാരുണ്ട്, ഒത്തിരി കുടുംബനാഥന്മാരുണ്ട്, ഒത്തിരി ദൈവദാസന്മാരുണ്ട്. തീഷ്ണതയോടെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ. റിസൾട്ടുകളില്ലെങ്കിലും അവർക്ക് തീഷ്ണതയുണ്ട്. റിസൾട്ട് വേണ്ട, റിസൾട്ട് പുറകെ വരട്ടെ. തീഷ്ണതയുണ്ടോ, ബാക്കി എല്ലാം പുറകെ വരും. എരിവോടെ നിൽക്കണം. ദാവീദിന് ഭയങ്കര എരിവായിരുന്നു. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അതിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. യഹോവയുടെ മനോഹരത്വം കാണാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാൻ.
സങ്കീർത്തനം 27:4. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവിനെ ധ്യാനിക്കണം, കർത്താവിനെ കൂടുതൽ അറിയണം, കർത്താവിൽ ജീവിക്കണം. മാത്രമല്ല ഇസ്രായേൽ മക്കളെല്ലാം ഗോലിയാത്തിൻ്റെ മുൻപിൽ 40 ദിവസമായിട്ട് ഭയന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുന്ന ഗോലിയാത്തിൻ്റെ വാക്ക് കേട്ട് പിന്നീട് നിൽക്കാൻ ദാവീദിന് പറ്റിയില്ല. ആ എരിവാണ് അവനെ രാജാവായിട്ട് എഴുന്നേൽപ്പിച്ചത്. ആ എരിവിലാണ് അവൻ വലിയ കാര്യങ്ങൾ ചെയ്തു. എരിവ് നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. എരിവ് നമ്മെ അസാധ്യമായ കാര്യങ്ങളിലേക്ക് നയിക്കും. യേശു കർത്താവ് വിജയിച്ചത്, 3.5 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റിമറിച്ചത്, അതിൻ്റെ കാരണം എരിവാണ്. അത് അപ്പോസ്തലന്മാരിലേക്ക് പകർന്നു കിട്ടി. ഈ അന്ത്യകാലത്തുള്ള ദൈവസഭ അതിനെ മുറുകെ പിടിക്കണം. അടുത്തത് 23-ാം വാക്യം 2-ാം അധ്യായത്തിൽ യോഹന്നാനിൽ, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ശിഷ്യന്മാർ വിശ്വസിച്ചു. എരിവ് കണ്ടപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചു. ഇപ്പോൾ ജനങ്ങൾ അവൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. 3 പ്രാവശ്യം അതിനകത്ത് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, വിശ്വസിച്ചു. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ വിശ്വാസത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കുന്നതാണ്. വിശ്വാസത്തെ നാം പുതുക്കണം. നമ്മുടെ വിശ്വാസത്തിന് ചിറക് മുളക്കണം. ഓരോ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം സജീവമാകണം. യേശു ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ഇവരെ വിശ്വാസ വീരരാക്കാം. പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. വിശ്വാസ വീരരാക്കുന്ന ദൈവപുത്രന്റെ പദ്ധതികൾ. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ലാസർ നിദ്ര കൊള്ളുന്നു, നമ്മൾ അവനെ ഉണർത്താൻ പോകുന്നു. ഉടനെ ശിഷ്യന്മാരെല്ലാവരുടെ, ലാസർ നിദ്ര കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് സൗഖ്യം ഉണ്ടാകും. ഉറങ്ങിയല്ലേ, പനി പിടിച്ച് കിടക്കുകയല്ലേ, എന്നാ പിന്നെ യേശുവേ നമുക്ക് പോകാം. അപ്പോൾ യേശു നേരെ പറഞ്ഞു, ലാസർ മരിച്ചു, ഞാൻ അവനെ ജീവിപ്പിക്കാനാ പോകുന്നത്. അവിടെ തോമസ് പറഞ്ഞു, അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാം. ദീനമാണെങ്കിൽ, പനിയാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് പോയാൽ നമുക്കും ജീവിതം ഉണ്ടാവും. ഇപ്പോഴേ യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ നോക്കുന്നു. മരിച്ചെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെയും കൂടി കൊല്ലും. അപ്പോൾ ഏതായാലും ഇറങ്ങി, ഇനി നമുക്ക് ചാകുന്നതാണ് നല്ലത്. തോമസിന് പറയാനുള്ളത് അതാ. എന്നാൽ യേശു പറഞ്ഞു, ലാസർ മരിച്ചുപോയി, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ അതൊരവസരമാണ്. ഓരോ അത്ഭുതങ്ങളും ജനങ്ങൾ വിശ്വസിക്കുകയില്ലാതെ ഇരിക്കുക, അത് കർത്താവിനെ അറിയണ്ട. ദൈവരാജ്യം പണിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എങ്ങനെ വിശ്വാസ വീരരാക്കാം? ബാക്കിയുള്ളവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, ബഹുജനം പലവിധമാണ്. എന്നാൽ യേശു ഫോക്കസ് ചെയ്തത് തൻ്റെ ശബ്ദം കേട്ട് വേർതിരിക്കപ്പെട്ട, കർത്താവ് വിളിച്ച് വേർതിരിച്ച വ്യക്തികൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? പത്രോസ് വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? അന്ത്രയോസ്, എല്ലാവരും വിശ്വാസത്തിൽ ജ്വലിക്കുന്നുണ്ടോ? നിങ്ങളും വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ആ കാര്യം നമ്മൾ കാണുന്നത്. 11:12 മുതൽ വായിക്കുമ്പോൾ, ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, രോഗമാണെങ്കിൽ സൗഖ്യം ഉണ്ടാകും, മരിച്ചിട്ട് കാര്യമില്ല. കാരണം അന്ന് വരെ യേശു
ആരെ ഉയർപ്പിച്ച് കാണില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരാൾ പോലും ഉയർത്ത് കാണില്ല. എന്നാൽ യേശു അവരുടെ വിശ്വാസത്തെ ഒന്ന് പണിതെടുക്കുന്നു. നോക്കിയേ, യേശു അവൻ്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, 13-ാം വാക്യം, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. അടുത്ത വാക്യം നമ്മൾ അടിവരയിടുന്നുണ്ട്, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. യേശുവിന് ഇവരെ വിശ്വാസ വീരരാക്കി മാറ്റണം. യേശുവിന് ഇവരെ എല്ലാം കടലിൻ്റെ മീതെ നടത്തണം. യേശുവിന് ഇവരെ എല്ലാവരെയും മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാക്കണം. യേശുവിന് ഇവരെ എല്ലാവരെയും മലയെ നീക്കുന്നവരാക്കണം. ഇത് യേശുവിൻ്റെ ആഗ്രഹം. അതാണ് യേശു തിരഞ്ഞെടുത്തത്, എല്ലാവരെയും വിശ്വാസവീരരാക്കാനാണ്. വിശ്വാസമാണ് സകലത്തെ ഉളവാക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുന്നതും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതും വിശ്വാസമാണ്. അതുകൊണ്ടാണ് റോമർ 4:17 അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. എന്താണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക? എനിക്ക് മകനില്ല, എൻ്റെ ദൈവം വിളിച്ചു വരുത്തും. അത് അബ്രഹാം വിശ്വസിച്ചു. 2, മരിച്ചവരെ ജീവിപ്പിക്കും. ഈ കുഞ്ഞിനെ യാഗം കഴിക്കാൻ മോറിയ മലയിൽ കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം വിശ്വസിച്ചു, എൻ്റെ മകനെ യാഗം കഴിപ്പിച്ച ചാരത്തിൽ നിന്ന് ഈ മോനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവിടെ ഒരു അസ്ഥി പോലും വേണ്ട, യാഗം കഴിഞ്ഞ് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ ദൈവത്തിന് ചാരം പോലും വേണ്ട. അങ്ങനെയുള്ളൊരു കടന്ന വിശ്വാസം. കാരണം മോറിയ മലയിലെ ആ കാറ്റിൽ ചാരം മുഴുവൻ പറന്നു പോകും. പിന്നെ അതിൽ നിന്ന് എങ്ങനെ ഉയർപ്പിക്കും? അബ്രഹാമിന് ഉറപ്പാണ്, ദൈവത്തിന് ഒരു അസ്ഥി പോലും വേണ്ട. യെഹെസ്കേൽ പ്രവാചകൻ അസ്ഥി താഴ്വരയിലായിരുന്നു. ദൈവം പറയും, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേലിന് ഉറപ്പാണ്. കാരണം ഇസഹാക്കിന്റെ ചാരം കാറ്റത്ത് പറന്നു പോയാലും അവിടെയും ഇസഹാക്ക് എഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ച അബ്രഹാമിന്റെ അടുത്ത തലമുറയാണ് ഈ യെഹെസ്കേലൊക്കെ. അതുകൊണ്ട് അവർക്ക് നല്ല ഉറപ്പാണ്, ജീവൻ ഉണ്ടാകും, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനാണ്. അതുകൊണ്ട് അല്പജീവനിൽ ജീവിക്കേണ്ട, നിന്റെ ജീവൻ സമൃദ്ധമാകും. കിടന്ന കിടപ്പിൽ നിന്ന് നീ ചാടി എഴുന്നേൽക്കും. മരിച്ചുപോയ കോശങ്ങളിലെ ക്യാൻസർ നിമിത്തം പുതിയ കോശങ്ങളുണ്ടായി വരും. യൂട്രസ് പോയെന്ന് കരുതി പേടിക്കേണ്ട, പുതിയ യൂട്രസ് എന്ന് കുഞ്ഞുങ്ങളെ തരാൻ പോലും കർത്താവിന് കഴിയും. ഇന്ന് കടന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾക്കും വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടത് നമുക്ക് പോകാം. അവിടെ ചെന്ന് എന്തായാലും ചാകും, ഏതായാലും ഇറങ്ങി, ഇനി വീട്ടിലോട്ടും പോകാൻ പറ്റില്ല, ഏതായാലും ചാകുന്നത് നല്ലത്. ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകും. എന്നാൽ പിന്നെ ചാകാം. ഇപ്പൊ അവിടം വരെ എത്തി, വിശ്വാസം മുഴുവനും പോയി. ഇവരെയും കൊണ്ടാണ് കർത്താവ് 3.5 കൊല്ലം നടന്നത്. എന്നാൽ ഇവരെ വിശ്വാസ വീരരാക്കി ഈ തോമസ് ലീഗയെ കേരളത്തിലോട്ട് വിട്ടു, ഇന്ത്യയെ പിടിച്ചു കുലുക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രോഫറ്റ് പറഞ്ഞു, ഈ തോമസ് ലീഗ തുടങ്ങി ഇന്ത്യയിലുള്ള പ്രഗത്ഭരായ വിശ്വാസ വീരന്മാരുടെ ഒരു പുതപ്പ് ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. അത് പിടിക്കാൻ ആളില്ല. വലിയ പുതപ്പുകൾ ഇവിടെയുണ്ട്, ഉണർവിൻ്റെ പുതപ്പുകൾ, വിശ്വാസത്തിൻ്റെ പുതപ്പ്, അഭിഷേകത്തിൻ്റെ പുതപ്പ്. ആഫ്രിക്കയിലൊക്കെ അത് പിടിക്കാനറിയാം, ഏലിയാവിൽ നിന്ന് ഏലീശ പിടിച്ചതുപോലെ. എന്നാൽ ഇന്ത്യയുടെ പ്രത്യേകത പോലെ കുറേ പുതപ്പുണ്ട്, പ്രാപിക്കാൻ ആരുമില്ല. ഈ ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിൽ ഇത് കേൾക്കുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. ഞാനതിന് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പുതപ്പിനെയും
പ്രൈസ് ജനറേഷൻ ചർച്ചോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആ കേട്ട പ്രവചനം ഊബർട്ട് ഏഞ്ചൽ എന്ന ശക്തനായ ഒരു ദൈവപുരുഷൻ മലയാളിയായ ഒരു പ്രോഫറ്റിനോട് പറഞ്ഞ കാര്യം, ഇത് കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ പുതപ്പ് ആരാണ്? വിശ്വാസത്തിൻ്റെ കൂമ്പാരമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കൂടെ നടന്ന് വിശ്വാസ വീരരായ ആ കൂട്ടത്തിൽ നിന്ന് തോമസ് ഇവിടെ വന്നത്. ഈ കേരളത്തിന് പ്രത്യേക ഒരു അനുഗ്രഹമുണ്ട് കേട്ടോ, തോമസ് ലീഗ് ഇവിടെ വന്നതിൻ്റെ അനുഗ്രഹം. തോമസ് ലീഗ് കേരളത്തിൽ വന്നപ്പോൾ കൊടുങ്ങല്ലൂരാണ് വന്നത്. എൻ്റെ വീടിനടുത്താണ്. ഞാൻ വടക്കമ്പറൂരുകാരനാണ്. അവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അവിടുന്ന് തോമസ് ലീഗ് ഇവിടെ വലിയ പ്രവൃത്തി ചെയ്തു. ഒത്തിരി സഭകൾ സ്ഥാപിച്ചു. നിരണം, പാലയൂർ, നിലക്കൽ, കോട്ടയ്ക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാല്യങ്കര, പിന്നെ ഒരു അര പള്ളിയുണ്ട്, 7.5 പള്ളി. ഇതെല്ലാം ഇന്ന് മതങ്ങളായി മാറി, ക്രിസ്തീയ മതങ്ങളായി മാറി. അന്ന് യേശു കർത്താവിൻ്റെ പ്രത്യേക അഭിഷിക്തനായ തോമസ് ലീഗ ഇവിടെ വന്നപ്പോൾ കേരളം 2 കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് മലയാളി എവിടെ പോയാലും നമ്പർ 1 പ്രകാശിക്കുന്നത്. ജോലി, വിദ്യാഭ്യാസം, ഏത് രംഗത്ത് ഏത് രാജ്യത്ത് എന്നാലും മലയാളി. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞില്ലേ, 2 തരത്തിലുള്ള ലൈറ്റുകളാണ് ഭൂമിയിലുള്ളത്. ഒന്ന് ഇസ്രാ ലൈറ്റ്സ്, അവരെവിടെ പോയാലും പ്രകാശിക്കും ഏത് മേഖലകളിലും. അടുത്താണ് കേരളൈറ്റ്സ്. മലയാളി എവിടെ ചെന്നാലും, ചന്ദ്രനിൽ ചെന്നാലും അവിടെ ചായക്കടയുണ്ടാവും. അതാണ് മലയാളി. എവിടെ ചെന്നാലും പ്രകാശിക്കും, ഏത് മേഖലകളിലും. അങ്ങനെയുള്ള മലയാളിയോട് പറയട്ടെ, നീ കർത്താവിന് വേണ്ടിയാണ് ഏറ്റവും അധികം പ്രകാശിക്കേണ്ടത്. നീ എഴുന്നേറ്റ് പ്രകാശിച്ചാൽ നീ ഇന്ത്യയുടെ ഉണർവായി മാറും. മലയാളി പ്രകാശിച്ചാൽ ഇന്ത്യ ഉണർത്തപ്പെടും. മലയാളി എഴുന്നേൽക്കണം. വിശ്വാസത്തിൽ നാം ജ്വലിക്കണം. യേശു ഇവരുടെ വിശ്വാസത്തെ ജ്വലിപ്പിച്ചു. ഇവർക്ക് വേണ്ടിയാണ് യേശു ലാസറിനെ എഴുന്നേൽപ്പിച്ചത്. ഇവരെയും കൊണ്ട് പോയി. കല്ലെറിയാൻ ആർക്കും കഴിഞ്ഞില്ല. കല്ലെറിയാൻ നിന്നവരോട് കർത്താവ് പറഞ്ഞു, എടാ കല്ലുരുട്ടി മാറ്റി. ആ കയ്യിലിരുന്ന കല്ല് താഴെ ഇട്ടിട്ട് ഒരു കല്ലുരുട്ടി മാറ്റി. ലാസർ പുറത്തു വന്നു. ആ ദേശത്തെ യേശു പിടിച്ചു കുലുക്കി. യേശുവിനെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം ജ്വലിക്കണം. ബൈബിൾ വായിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. വിശ്വാസ വീരർ പ്രൈസ് ജനറേഷൻ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരണം. ജീസസ് സേവരിയുടെ ശ്രദ്ധിക്കുന്ന എല്ലാവരും വിശ്വാസ വീരരായി മാറണം. മരിച്ചവരെ ഉയർപ്പിക്കണം. അത്ഭുതങ്ങൾ കൊണ്ട് ദേശത്തെ പേടിപ്പിക്കണം. നിങ്ങളെ കർത്താവ് അതുപോലെ ഉപയോഗിക്കും. നിങ്ങൾക്കുള്ള അസാധ്യതകളെല്ലാം അത്ഭുതങ്ങളായി മാറട്ടെ. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട എല്ലാവരും അസാധാരണ വിശ്വാസ വീരരാകട്ടെ. അത്ഭുതങ്ങൾ കൊണ്ട് ദേശത്തെ കുലുക്കുന്നവരാകട്ടെ. യേശു പ്രസാദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ ശൂന്യതകളിലും അവർ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിന് കൂടുതൽ മഹത്വമുണ്ടാകട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാം വിടുതലുകളെ ഇവർ വിളിച്ചു വരുത്തട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളത് കാണും. നിങ്ങളെന്നെ വിളിക്കും. നിങ്ങൾ ആ സാക്ഷ്യം പറയാൻ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരും. നിങ്ങളുടെ സാക്ഷ്യം, അത്ഭുത സാക്ഷ്യം ഇവിടെ റെക്കോർഡ് ചെയ്യും. ലോക ജനം മുഴുവൻ അത് കാണും. അസാധാരണമായി അത്ഭുതങ്ങൾ നടന്നെന്ന് നിങ്ങൾ എന്നോട് പറയും. കർത്താവിനോട് ലോക രാജ്യങ്ങൾ നിങ്ങൾ ചുറ്റും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ചെയ്യാളികളാകും. യേശു കർത്താവ് അത് ചെയ്യും. വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.